ഹലോ. ഇങ്ങനെ ഒരു പീസ് തുണിയുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ഇപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് ഇങ്ങനെ ഒരു പീസ് വരാൻ കാരണേ എൻ്റെ അച്ഛൻ ടൈലറാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഈ ആളുകൾ തയ്ക്കാനായിട്ട് കൊടുക്കുമ്പോൾ നീളം കൂടുതൽ നമ്മൾ വെട്ടിക്കളയല്ലോ താഴെ ഭാഗത്ത് നിന്ന്, അങ്ങനെ വരുന്ന ഒരു പീസാണ് കേട്ടോ ഇത്. ഇത് വെച്ച് ഇങ്ങനെ എടുത്ത് വെച്ച കുറേ പീസുകൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. നല്ല ഹക്കോബയുടെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സാധനം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഞാൻ വഴിയെ കാണിക്കാട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത്, ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ഉള്ളൂ. അപ്പോൾ 10 സെൻറ്റിമീറ്ററിലാണ് ഞാനത് ചെയ്യുന്നു. കാരണം നമുക്ക് ഇതിൻ്റെ പരിമിതികൾ വെച്ചിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പം 10 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസ് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേ സെയിം തന്നെ 22 സെൻറ്റിമീറ്റർ നീളം 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനത്തെ 2 പീസാണ് വേണ്ടത്, വലുത്. പിന്നെ ഒരു ചെറിയൊരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തയ്ക്കുകയോ, അതായത് നമ്മൾ മിഷീൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് കൈ തയ്യൽ കൊണ്ട് തന്നെ ഇതൊരു ഇത് ഉണ്ടാക്കാം. പിന്നെ ഒരു പീസും കൂടെ വേണം, അത് 5 സെൻറ്റിമീറ്റർ വീതി. പക്ഷേ 5 സെൻറ്റിമീറ്റർ വേണ്ട കേട്ടോ. ഒരു 3 സെൻറ്റിമീറ്റർ വീതിയും 14 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു കഷ്ണം കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെയൊക്കെ നല്ല വശം ഉള്ളിലോട്ട് മടക്കിയത്, ചീത്ത വശം ഇങ്ങനെ മടക്കിയെടുക്കണം. ചീത്ത വശത്ത് കൂടെ നമ്മൾ ഇങ്ങനെ ഒരു നീളത്തിൽ തുന്നിയെടുക്കണം കേട്ടോ. ഞാനിതിപ്പോൾ കൈത്തുന്നിലാണ് ചെയ്യണേ. മെഷീനുണ്ട്, മെഷീനിൽ അടിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ മെഷീനിൽ തന്നെ തയ്ച്ചപ്പോൾ ഇത്തിരി കൂടെ സ്ട്രോങ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ കൈ തയ്യലുകൊണ്ടാണ് ചെയ്യുന്നത്, കാരണം എനിക്ക് മെഷീനിൽ തയ്ക്കാൻ മടിയാണ്, അതുകൊണ്ടാണ്. അതിനുശേഷം നല്ല വശം പുറത്തേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കണം കേട്ടോ. അത് എനിക്ക് എടുക്കാനൊക്കെ ഇത്തിരി താമസം പിടിക്കും, കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചിട്ട് എടുക്കണം. ഇത് സിമ്പിളായിട്ടൊരു നമ്മളെ സൂചി ഇങ്ങനെ കുത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. അതിനുശേഷം നമ്മളിപ്പോൾ തയ്ച്ചത് നടുക്കിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി എടുക്കണം കേട്ടോ. അതൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും കൂടെ ബെറ്ററായിട്ട് നല്ല സ്റ്റിഫിൽ നല്ല ഭംഗിയിൽ കിട്ടും. അതിനുശേഷം ഇതിങ്ങനെ മടക്കി എടുക്കണം കേട്ടോ. മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുക. അതായത് നമ്മളിങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടെ തുന്നാനുണ്ട്. ഇതിപ്പോൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഞാനിപ്പോൾ ഒരു ഹെയർ ബോയ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നടുക്കിൽ കൂടെ ഒന്നും കൂടെ തുന്നി കൊടുക്കുക കേട്ടോ ചെയ്യണം. തുന്നി കൊടുത്തിട്ട് വലിച്ച് കഴിഞ്ഞൊരു ബോയുടെ ഷേപ്പിൽ നമുക്കിത് കിട്ടും. ഇപ്പോൾ നമുക്ക് ഈ പെൺകുട്ടികൾ ഇപ്പോൾ കടയിലൊക്കെ ഇഷ്ടം പോലെ നല്ല ഇതിൽ സെയിലായിട്ട് പോകുന്ന ഐറ്റമാണ് ഈ നമ്മുടെ ലോങ് ടെയിലിൻ്റെ ക്ലിപ്പൊക്കെ, കൊറിയൻ സ്റ്റൈൽ ക്ലിപ്പൊക്കെ. അങ്ങനത്തെ ക്ലിപ്പാണിത്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു പഴയ കഷ്ണം തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്മോൾ വേർഷൻ, അതുപോലെ തന്നെ ടെയിലില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെയും നമുക്ക് രണ്ടാമത്തെ പീസ് ഇതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ തുന്നിയെടുക്കണം കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ തുന്നിയിട്ടാണ് നമ്മളിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. സ്റ്റെപ്സ് ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ വലിയ ബോർഡ് മുകളിലോട്ട് ഇങ്ങനെ കുറച്ച് രീതിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് തുന്നിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരുമിച്ച് വെക്കരുത്, ഒരു ഇത്തിരി കയറ്റിയിട്ട് വെച്ചിട്ട് വേണം തുന്നിയെടുക്കാൻ. പിന്നെ ഒരു പീസും കൂടെ വേണം, 10 സെൻറ്റിമീറ്റർ വീതിയും 40 സെൻറ്റിമീറ്റർ നീളമുള്ളൂ. നമുക്ക് ടെയിലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി നീളത്തിലെടുക്കുന്നത്. ഇത്തിരി വീതി ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഭംഗിയുണ്ടാകും. പക്ഷെ നമുക്ക് ഈ ഒരു തുണിയിൽ 10 സെൻറ്റിമീറ്റർ വീതി നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വശം ഉള്ളിലേക്ക് മടക്കിയിട്ട് ചീത്ത വശത്താട്ടോ നമ്മളിതൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ കണ്ടോ, സൈഡിൽ ഇങ്ങനെ ഒരു കോണായിട്ട് നമ്മൾ മടക്കിയെടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അതുപോലെ തന്നെ മടക്കിയതിന് ശേഷം ഇവിടെ മാർക്ക് ചെയ്യുന്നിട്ട് ആ മാർക്ക് ചെയ്തതിന് ആ ഒരു കോർണറിലോട്ട് ഇങ്ങനെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുക. എന്നാലും നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യണ പോലെ നടുക്കിൽ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ വിട്ടതിന് ശേഷം, അതായത് ഒരു കറക്റ്റ് ഇങ്ങനെ ഒരു ഇത് വിട്ടതിന് ശേഷം ബാക്കി എല്ലാവർക്കും നമ്മൾ ഇതുപോലെ തന്നെ ഈ വരച്ചതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ആ ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ ഗ്യാപ്പ് ഇടുക, അവിടെ തുന്നാൻ പാടില്ല. ബാക്കി എല്ലായിടത്തും ഇതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന വരച്ചതും കൂടെ തന്നെ വീണ്ടും നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്യാപ്പ് ഇടേണ്ടടുത്ത് ഗ്യാപ്പ് ഇടണം, നമുക്ക് മറിച്ചിടാനുള്ളതാണ് കണ്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ മാത്രം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ളിടത്തും കൂടെ ഇങ്ങനെ തുന്നി ഇങ്ങനെ എടുക്കുക കേട്ടോ ചെയ്യണത്. അതിന് ശേഷം ഇത് നമ്മളിങ്ങനെ തിരിച്ചിടണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ താഴ്ഭാഗത്ത് ഒരു ചെറിയ കട്ടിങ്, അത് സ്റ്റിച്ചുമ്പോൾ തീരാത്ത രീതിയിൽ കട്ട് ചെയ്യണം. എന്നാലും നമുക്ക് ആ ഒരു കോൺ ഷേപ്പ് നമുക്ക് മറിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം മറിച്ചിടാൻ ഇത്തിരി പണിയാണ്, കാരണം മറ്റേത് നമുക്ക് സിമ്പിളായിട്ട് മറിച്ചിടായിരുന്നു. ഇത് ഈ ഒരു മൂലയ്ക്ക് നിന്ന് ഇങ്ങനെ മറിച്ചെടുത്തിട്ട് നമ്മൾ ആ നേരത്തെ ഗ്യാപ്പ് വിട്ടില്ലേ, ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. 2 സൈഡും അങ്ങനെ മറിച്ച് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വരും കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ ഈ നമ്മൾ മറിച്ചിടുമ്പോൾ ഈ 2 കോൺ സൈഡ് വരുമല്ലോ, അവിടെ നമ്മൾ ഇതുപോലെ ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ആ കോൺസ് വന്ന സ്ഥലത്ത് നല്ലോണം നിവർത്തി എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നിവർത്തി ഇങ്ങനെ എടുക്കണം.
അതിന് ശേഷമാണ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ സെൻറ്ററിൽ നോക്കി മടക്കിയിട്ട് സെൻറ്ററിൽ ഇത് അയൺ ചെയ്ത് നേരത്തെ പറഞ്ഞായിരുന്നു, അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. സെൻറ്ററിൽ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക, അവിടെ ഒരു വര വരച്ചിട്ട് ആ സെൻറ്ററിൽ കൂടെ ഒന്നിങ്ങനെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. ഇതൊക്കെ എല്ലാം കൈത്തയ്യൽ ചെയ്താൽ മതി, സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ. കണ്ടോ, കുട്ടികളൊക്കെ സൂചിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണേ. ഇങ്ങനെ എടുത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ഷേപ്പിൽ കിട്ടും. നല്ല ഭംഗിയിൽ ഷേപ്പാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ബോ ഉണ്ടാക്കി വെച്ചില്ല, അവിടുത്തെ താഴത്തെ ബോയിലോട്ട് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം പൊസിഷനൊക്കെ നോക്കി, അതായത് ചുളിവൊന്നും ഇല്ലാതെ കറക്റ്റ് നല്ല രീതിയിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തൊരു പീസ് ഉണ്ട്, അത് നമുക്ക് വേണം ഇനിയും. അത് നമ്മൾ ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പോ അല്ലെങ്കിൽ സെൻറ്റർ ക്ലിപ്പോ എടുത്ത് ഇതുമ്പോൾ ഒട്ടിക്കുക. കാരണം നമ്മൾ സെൻറ്ററിൽ ഇപ്പോഴും നമ്മുടെ തുന്നിയ ഒരു മാർക്ക് കാണുന്നുണ്ട്, അത് മറയ്ക്കാനാണ് നമ്മൾ നേരത്തെ ഒരു ചെറിയ പീസ് നമ്മളത് ഇതുപോലെ തന്നെ തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നടുക്കി കൂടെ ഇതുപോലെ കൊടുത്തിട്ട് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അല്ലെങ്കിൽ സെൻറ്റർ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തിട്ട് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. B7000 ഗമ്മൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതിൽ ഒട്ടിക്കെടുക്കുക, അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പം ഇങ്ങനെ ഉള്ളിലോട്ട് കൊടുത്താൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ, ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും.